നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരും കണ്ടു വലിയൊരു ഇടിവ്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു ഇടിവ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായി. ഇതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. US മാർക്കറ്റ് ഓപ്പണായി, യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പണായി. ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ട ഇടിവ് അതേപോലെ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ കുറച്ചധികം കൂടി ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ADR സ്റ്റോക്കുകൾ അതൊക്കെ നമുക്ക് കണ്ടുവരാം. ആദ്യം ഇപ്പോഴുള്ള ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കാം. ഏറ്റവും ടോപ്പിൽ പോകുകയാണെങ്കിൽ ഗോൾഡ് പിടിച്ച കിട്ടാത്ത രീതിയിലേക്ക് $43 ഉയർന്ന 4800, സിൽവർ 94, ബിറ്റ്കോയിൻ $3000 ഇടിഞ്ഞ് 89,000, ബ്രന്റ് ഓയിൽ 64, ഗിഫ്റ്റ് നിഫ്റ്റി 25,293, നമുക്കുള്ളായിരുന്ന ക്ലോസിങ് 25,267. അപ്പോൾ ഫ്ലാറ്റായ രീതിയിലാണ്. ഫർദറായിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇടിഞ്ഞിട്ടില്ല, അല്ലാതെ വലിയൊരു ഗ്യാപ്പ് ഡൗൺ വരാൻ സാധ്യത കുറവാണ്. കാരണം ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 71 പോയിൻറ്റ് പ്ലസ്സിലാണ്. ഇനിയിപ്പോൾ നമ്മൾ ന്യൂസ് ഇപ്പോൾ റീഡ് ചെയ്യാണ്. 9:30 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ സ്ഥിതിഗതികൾ മാറി പറഞ്ഞേക്കാം, നമുക്കറിയില്ല. ആസ് ഓഫ് നൗ പ്രശ്നങ്ങളില്ല. എന്നാൽ ഓസ്ട്രേലിയ നെഗറ്റീവാണ്, കോസ്പി കൊറിയ പോസിറ്റീവാണ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് നെഗറ്റീവാണ്. പിന്നെ കാണാം ഡാക്സ്, CAC, FTSE, ഡോ, നാസ്ഡാക്ക് എല്ലാം തന്നെ ഇടിവിലായിരുന്നു. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ US വിക്സ് 23% സ്പൈക്ക് ചെയ്ത് 18 ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസ് 2%, വിപ്രോ കാണാം 5% ഇടിഞ്ഞിട്ടുണ്ട്, ICICI ബാങ്കും 4% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിപ്രോയോ ICICI ബാങ്കോ ഇന്ത്യൻ മാർക്കറ്റിൽ 5-4% ഇടിഞ്ഞിരുന്നില്ല. റിസൾട്ട് അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യുക. റിസൾട്ട് കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. Q3 റിസൾട്ട് ഉണ്ട്. ഇന്നും ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇന്ന് ആന്ധ്ര സിമൻറ്റിൻ്റെ റിസൾട്ട്, ആനന്ദ് രാജ്, ബജാജ് കൺസ്യൂമർ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഡാൽമിയ ഭാരത്, ധനലക്ഷ്മി ബാങ്ക്, ഡോക്ടർ റെഡ്ഡി, എറ്റേണൽ, ഗ്രാവിറ്റ ഇന്ത്യ, HPCL, ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി, KP എനർജി, KP ഗ്രീൻ, PNB ഹൗസിംഗ് ഫിനാൻസ്, സാഗർ സിമൻറ്റ്, സുപ്രീം ഇൻഡസ്ട്രീസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, UTAMC, തങ്കമയിൽ ജ്വല്ലേഴ്സ് തുടങ്ങിയ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ട്രേഡ് ബഡ്ഡി എന്ന് നമ്മുടെ ടാബിൽ റിസൾട്ട് കലണ്ടറിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യാൻ, അവിടെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ ഇടുന്നുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ ഇൻസ്റ്റയുടെ പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക, ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ ലഭിക്കും. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം നെറ്റ് പ്രോഫിറ്റ് 17% ഉയർന്നു. യുണൈറ്റഡ് സ്പിരിറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്നു. DCM ശ്രീരാം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഇടിഞ്ഞു. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് നെറ്റ് പ്രോഫിറ്റ് 352 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് കുറഞ്ഞു. ഇന്ത്യ മാർട്ട് ഇൻ്റർമിഷൻ നെറ്റ് പ്രോഫിറ്റ് 55% ഉയർന്നു. JSW എനർജി കമ്പനി ഇവർ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് ഒരു പുതിയ ബിസിനസ് പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 26% സ്പൈക്ക് ചെയ്തു. പവർ ഗ്രിഡ് അവർ 914 കോടി രൂപയുടെ ഒരു അക്വിസിഷൻ ഇവരുടെ ബോർഡ് അംഗീകാരം കൊടുത്തു. സുപ്രീം പെട്രോകെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 80% ഇടിവ് രേഖപ്പെടുത്തി. റാലീസ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 81% ഇടിവ് രേഖപ്പെടുത്തി. വിക്രം സോളാർ നെറ്റ് പ്രോഫിറ്റ് അവർ 19 കോടി രൂപയിൽ നിന്ന് 98 കോടി രൂപയിലേക്ക് ഉയർന്നു. CNDLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നു. എംബസി ഡെവലപ്മെൻറ്റ് അവർ 1200 കോടി രൂപയുടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. വിക്രം സോളാർ നെറ്റ് പ്രോഫിറ്റ് 20 കോടി രൂപയിൽ നിന്ന് 96 കോടി രൂപയിലേക്ക് ഉയർന്നു. രാമകൃഷ്ണ ഫോർജിങ് കമ്പനി പുതിയ അലൂമിനിയം ഫെസിലിറ്റി കമ്പനി ചെയ്യാൻ ജാർഖണ്ഡിൽ പുതിയൊരു പ്ലാന്റ് ചെയ്യാൻ ധാരണയായി. ഇതാണ് ന്യൂസുകൾ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്. താങ്ക് യു.